നമ്മളേറെക്കുറെ സൂറത്തുൽ മാഇദയുടെ ഏറെക്കുറെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി തെളിച്ചം കിട്ടാൻ നല്ലതാണ്. അതായത് മനുഷ്യ ആരംഭം മുതൽ ഈ മനുഷ്യരോട് കൂടെയുള്ള സംഭവമാണ് ഹിദായത്ത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അതുണ്ട്. മുമ്പ് ആർക്കൊക്കെ ഈ വേദവും ഹിദായത്തും നൽകിയിട്ടുണ്ടോ അവരൊക്കെ അത് നഷ്ടപ്പെടുത്തുകയോ വികൃതമാക്കുകയോ ചെയ്തിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലിലൂടെ അതിൻ്റെ എല്ലാ തെളിച്ചത്തിലും പൂർണ്ണതയോടെയും വീണ്ടും നൽകപ്പെടുകയാണ്. ആ ദീനിൻ്റെ മുഴുവൻ അടിസ്ഥാനത്തിലും വാർത്തെടുക്കപ്പെട്ട ഒരു മാതൃകാ സമൂഹത്തെ ലോകത്തിന് മുന്നിൽ സാക്ഷികളായി നിർത്തുകയാണ് ഈ റസൂലിലൂടെ. അതാണ് നമ്മൾ ഈ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു വിഷയം. അത് ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു സമൂഹമാണ്, ഒരു സാങ്കല്പിക സമൂഹം എന്നല്ല. ജീവിക്കുന്ന ആ ഇസ്ലാമിലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഈ സൂറയിലൂടെ നമുക്ക് അള്ളാഹു നൽകുന്നു. അതിനെതിരെ ശൈത്താൻ്റെ പദ്ധതിയുണ്ട്. അതാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ആ ഹംർ, മൈസിർ, അൻസാബ്, അസ്ലാം എന്നൊക്കെ പറയുന്നത് അത് ശൈത്താൻ്റെ പദ്ധതിയാണ്. അതായത് അള്ളാഹുവിൻ്റെ ഈ പദ്ധതിയെ തകർക്കാനുള്ള ശൈത്താൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ശൈത്താൻ അത് വിജയിപ്പിച്ചെടുക്കുന്നത് സ്രഷ്ടാവിനെ വിസ്മരിപ്പിക്കുക. അതായത് മനുഷ്യനെയും സ്രഷ്ടാവിനെയും, മനുഷ്യൻ എന്തിനാണോ എന്നുള്ളത് ആ ലക്ഷ്യത്തെയും സ്രഷ്ടാവിനെയും വിസ്മരിപ്പിക്കുക. ഈ ഖുർആൻ്റെ അടിസ്ഥാന പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്രഷ്ടാവിനെ അറിയുക, ഈ സൃഷ്ടിയെ അറിയുക, ഈ മനുഷ്യനെ അറിയുക എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഈ ഖുർആൻ്റെ പ്രധാന സംഭവം അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ മനുഷ്യനെ വിസ്മരിപ്പിക്കുക. ആ വിസ്മരിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഉപാധിയാണ് അയാളെ ലഹരിയിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടപ്പിറപ്പായ സാധനമാണ് നമ്മൾ ഈ മൈസിർ എന്ന് പറയുന്നത്. മദ്യവും മൈസിറും ഏറെക്കുറെ ഒരേ പണിയാണ് ചെയ്യുക. ലഹരി ഉപയോഗിക്കുന്ന ഒരു വിശ്വാസിയിൽ ശൈത്താന് കടന്നു കയറാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതാ ഒരു പശ്ചാത്തലം വെച്ചിട്ട് പറയാം. ഇന്നമാ യുരീദു ഷൈത്താനു, നിശ്ചയമായും ഷൈത്താൻ ഉദ്ദേശിക്കുന്നത് ഐ യൂഖിഅ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാ, അതായത് ശത്രുതയും പകയും ഈ മനുഷ്യർക്ക് ഇടയിൽ ഇടുക എന്നുള്ളതാണ് ഈ ലഹരിയിലേക്ക് പ്രലോഭിപ്പിക്കുന്നത് കൊണ്ട് ഷൈത്താൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അയാളുടെ പരിപാടി. അതായത് മനുഷ്യരുടെ ശത്രുവായ ഈ ശൈത്താൻ ഹംറിലൂടെയും, അതായത് മദ്യത്തിലൂടെയും മൈസിറിലൂടെയും ഈ ഭാഗ്യ ലോട്ടറിയിലൂടെയും പരസ്പരം ശത്രുക്കളും പകയുള്ളവരുമാക്കുന്നു. അതായത് ഈ മദ്യം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാവുന്ന സംഭവമാണത്. ഈ മദ്യം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാവുന്ന സംഭവം യഥാർത്ഥത്തിൽ മനുഷ്യരായിരിക്കേണ്ടത് എന്താണ്? അത് ഖുർആൻ വേറെ പറയുന്നുണ്ട്. വത്തവാസൗ ബിൽ ഹഖ് വത്തവാസൗ ബിസ് സ്വബരി വത്തവാസൗ ബിൽ മർഹമ. ഇതൊക്കെയാണ് മനുഷ്യൻ ശരിക്കായിരിക്കേണ്ടത്. യാഥാർത്ഥ്യബോധം ഉള്ളവരായിരിക്കണം, യാഥാർത്ഥ്യം പറയുന്നവരായിരിക്കണം, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കണം, സഹനമുള്ളവരായിരിക്കണം, ക്ഷമയുള്ളവരായിരിക്കണം, ഉറച്ചു നിൽപ്പുള്ളവരായിരിക്കണം, അതേസമയം കാരുണ്യമുള്ളവരും ആയിരിക്കണം. പരസ്പരം മനുഷ്യരോടും സഹജീവികളോടും പരിസ്ഥിതിയോടും എല്ലാത്തിനോടും കാരുണ്യമുള്ളവർ ആയിരിക്കേണ്ട ആ മനുഷ്യന്മാർ, അത് ആ മനുഷ്യ മനസ്സിൽ ശത്രുതയും പകയും നിറയുന്നതോടെ അള്ളാഹുവിൻ്റെ അടിമയാണ് താൻ എന്ന ബോധം അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അതാണ് ഇതിൻ്റെ ഈ ലഹരി കൊണ്ട് സംഭവിക്കുക. അതായത് താൻ ആരാണ് എന്നുള്ള ബോധം ഈ അവസ്ഥയിൽ പോവും. പിന്നെ അവനെ നിയന്ത്രിക്കുക ശൈത്താനാണ്. പിന്നെ അവനെ ശൈത്താൻക്ക് നിയന്ത്രിക്കാൻ വളരെ ഈസിയാണ്. താൻ അള്ളാഹുവിൻ്റെ ഗൗരവപ്പെട്ട സൃഷ്ടിയാണെന്നും താൻ സദാ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും സ്രഷ്ടാവിൻ്റെ അനുസരിച്ചാണ് താൻ ജീവിക്കേണ്ടതുമെന്നുള്ള ബോധം, അതാണ് ഈ ഹംറിലൂടെയും മൈസിറിലൂടെയും നഷ്ടപ്പെടുത്തി വയസുദ്ധക്കും അൻദിക്കിരില്ല എന്ന് പറയുന്നത്. ഈ താൻ ആരാണ്, താൻ എന്ത് ചെയ്യണമെന്നുള്ള ഈ ബോധം, ആ ബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ദിക്റുള്ളവരാകുക. ആ ദിക്ർ നമ്മളിൽ നിന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ദിക്ർ നമ്മളിൽ നിന്ന് എടുത്തു കളയും. ആ ബോധം നമ്മിൽ നിലനിർത്തുന്നത് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത്, ഈ ബോധം നമ്മളെ നിലനിർത്തുക. ഇപ്പോൾ സുബഹി മുതൽ ളുഹർ വരെ ഞാൻ എന്തൊക്കെ ചെയ്തു,
ആ ചെയ്തതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനാണ് ഞാൻ ലൊഹറിലേക്ക് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോകുന്നത്. അതായിട്ടാണ് ഞാൻ പോണത്. അതായത് കൃത്യമായിട്ടും നമുക്കിത് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഒരു നല്ല നടപ്പിനോ ജാമ്യത്തിനോ ഒക്കെ ആളുകളെ വിട്ടാൽ അവർ ഇന്ന സ്റ്റേഷനിൽ ഇത്ര ദിവസം ഇന്ന ദിവസം ഹാജരാവണം എന്ന് പറയാറില്ലേ? ഇത് തന്നെ ഇതേമാതിരി നമ്മൾ ബോധത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഇതിന് വലിയ അർത്ഥങ്ങളുണ്ട്. അതായത് നമ്മൾ ഓരോ ടൈമിലും ഈ 5 ടൈമിലും അള്ളാഹു വിളിക്കുന്നിടത്തേക്ക് നമ്മളങ്ങ് ചെല്ലുകയാണ്. അതായത് നമ്മളുടെ അതുവരെ ചെയ്ത കർമ്മങ്ങളുമായിട്ടാണ് ചെല്ലണമെന്നുള്ള ഈ ബോധം വേണം. നിൽക്കുന്നത് ആരുടെ അടുത്താണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്. നമ്മൾ ഈ അത്തഹയ്യാത്തുലൊക്കെ നോക്കിയേ, അസ്സലാമു അലൈക അയ്യുഹൻ നബി, റസൂലിനോട് നേരിട്ട് സലാം പറയുന്നു. അസ്സലാമു അലൈന, ഞാൻ എന്നോട് തന്നെ സലാം പറയുന്നു. ഞാൻ എന്നോട് തന്നെ സലാം പറയാം. കാരണം എന്തുകൊണ്ടാണ്? ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ സവിശേഷമായി അള്ളാഹു ഒരുക്കി തന്നതാണ്. അതുകൊണ്ട് എന്നോടും സലാം പറയാം, നേരിട്ട് റസൂലിനോടും സലാം പറയാം. അത്തഹയ്യാത്തു അൽ മുബാർ, അള്ളാഹുവിന് തിരുമുൽക്കാഴ്ചകളുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. വലിയ ഗൗരവപ്പെട്ട സംഭവമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഇതേ വിളിയാണ് മരണത്തിന് വിളിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ആ ഒരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു ഏർപ്പാട് ചെയ്ത ഏർപ്പാടാണ് ഈ 5 നേരത്തെ നമസ്കാരം. അത് ആ ബോധത്തിൽ ഇതിന് രണ്ടിൽ നിന്നും ഹംറ് മാത്രമല്ല, ഇതിന് ലഹരി വേണമെന്നില്ല. ഇതേപോലെ തന്നെയാണ് മൈസിർ എന്ന് പറഞ്ഞാൽ പണം വെച്ചിട്ടുണ്ട് വയ്ക്കാത്തതുണ്ട്. കാരണം ഇതൊക്കെ വിനോദമാണ്. ഇതൊക്കെ വിനോദം എന്ന് പറയുന്ന ലഹരി സാധനത്തിലുണ്ട്. ഇപ്പം ഞാനും 56 കളിച്ചേരുന്ന കാലമുണ്ട്. കാശൊന്നും വെച്ചിട്ടല്ല, രസത്തിനൊക്കെ കളിക്കും. പക്ഷെ ആ നേരത്തൊന്നും നമ്മൾ ബാങ്ക് കൊടുത്താലും നമ്മൾ നിസ്കരിക്കണവരൊക്കെ തന്നെ ആവും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കൊന്നുമില്ല. നമ്മളേതായാലും ഈ വട്ടം കയ്യട്ടെ നോക്കും, ഇല്ലേ? അതായത് ഇതിലൊക്കെ അതിൻ്റേതായ ഒരു സംഭവമുണ്ട്. ഇത് നമ്മളെ ഇതിൽ നിന്നൊക്കെ വിസ്മരിപ്പിക്കും ഈ സംഭവങ്ങൾ. പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല തോന്നും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആ ദിക്റിൽ നിന്ന് ഇതേ ദിക്റാണ്. അതായത് ഫസ്അഉ ദിക്റില്ല. സൂറത്തുൽ ജുമഅയിൽ പറയുന്നില്ലേ, ഈ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്റില്ല. ഇതാണ് ഈ ദിക്ർ. അതായത് താൻ അള്ളാഹുവിൻ്റെ ഗൗരവപ്പെട്ട സൃഷ്ടിയാണെന്നും ആ ഞാൻ ആ ബോധത്തിൽ ഇങ്ങനെ നിലനിൽക്കലാണ് ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. അത് ഏത് സമയത്തും നമ്മുടെ ആ ദിക്ർ പോവാൻ പാടില്ല. അതാണ് ഇവിടെ ഈ പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നത് ഫഹൽ അൻതും മുൻതഹൂൻ, ഒരു വാണിംഗ് പോലെ. ഇതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നുണ്ടോ? വിരമിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ വേറെയാണ്. ഇനി മദ്യത്തിനെ കുറിച്ച് ചില സംഭവങ്ങൾ പറയാം. മദ്യം കഴിക്കുന്നതും നിർമ്മിക്കുന്നതും വിൽക്കലും വിളമ്പലുമൊക്കെ നിരോധിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇന്നല്ലദീ ഹറമ ശുർബഹ ഹറമ ബൈഅഹ, അതിൻ്റെ കുടിയും അതിൻ്റെ വിൽപ്പനയും അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. ലഹരിക്കടിപ്പെടുത്തുകയും ബുദ്ധിയെ മയക്കുകയോ മറക്കുകയോ ചെയ്യുന്ന എന്തും മദ്യത്തിൻ്റെ വകുപ്പിലാണ് വരിക. അത് മുന്തിരി വാറ്റിയതാണെങ്കിലും ഗോതമ്പ് വാറ്റിയതാണെങ്കിലും തേൻ വാറ്റിയതാണെങ്കിലും എന്താണെങ്കിലും. ഒരു ഹദീസിൽ ഇങ്ങനെയാണ്, കുല്ല മുസ്കിരിൻ ഖംറും വ കുല്ല മുസ്കിരിൻ ഹറാമുൻ. എന്തൊരു ലഹരി ഉണ്ടാക്കുന്ന എന്തും മദ്യമാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും അത് ഹറാമുമാണ്. കുല്ല മുസ്കിരിൻ ഖംറും വ അന്ന കുല്ല ഖംറിൻ ഹറാമുൻ. എല്ലാ മുസ്കിറും എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും അത് ഖംറാണ്, എല്ലാ ഖംറുകളും ഹറാമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഈ മദ്യത്തിനെ കുറിച്ച് പറഞ്ഞു, ഖംറിനെ കുറിച്ച് പറഞ്ഞു, അൽ ഖംറു മാ ഖമറൽ അഖ്ല. ബുദ്ധിയെ മറക്കുന്നത് എന്താണോ അതാണ് ഖംറ്. അത് ദ്രാവക രൂപത്തിലായാലും വേണ്ടില്ല, ഖരരൂപത്തിലായാലും വേണ്ടില്ല, പുക രൂപത്തിലായാലും വേണ്ടില്ല. അതിൻ്റെ ഫലമാണ് ഈ ഖംറ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ മുകളിൽ പിടിച്ചിട്ടുള്ള ഒരു സംഭവമല്ല. അത് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതും നിഷിദ്ധമാണ്. മാ അസ്കറ കസീറുഹു ഫ ഖലീലുഹു ഹറാം. ഒരു സാധനം കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ അത് ലഹരിയാവുന്നോ അതിൻ്റെ കുറഞ്ഞ അളവും ഹറാമാണ്. മദ്യം റിജ്സ് എന്നാണ് അതിന് പറയാം, മാലിന്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അത് ചിലർ നജസാണെന്ന് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ആ വിഭാഗം പറയുന്നു.
മദ്യം മാലിന്യമാണെന്ന് പറഞ്ഞത് ഭൗതികമായ അർത്ഥത്തിലല്ല, അത് വേറൊരർത്ഥത്തിലാണ് എന്ന് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ. അപ്പോൾ ഈ ആദ്യ വിഭാഗത്തിൻ്റെ വീക്ഷണപ്രകാരം ലഹരിക്ക് വേണ്ടിയല്ലാത്ത ഭക്ഷണം ഇപ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടി മരുന്നുകളിലോ മറ്റ് പെർഫ്യൂമുകളിലോ ഒക്കെ ഉപയോഗിക്കുന്നത് ആ വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ അത് നജസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില സൂക്ഷ്മതയുള്ള ആളുകളൊക്കെ പെർഫ്യൂംസ് ചിലർ ഉപയോഗിക്കില്ല. അത് ആ അർത്ഥത്തിൽ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ്. മറ്റേ വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ മദ്യത്തിൻ്റെ അംശം ചേർന്നു എന്നതുകൊണ്ട് മലിനമാവുകയില്ല. മദ്യമായി അറിയപ്പെടാത്തതും ലഹരി ഇല്ലാത്തതും മറ്റു പേരുകളിൽ അറിയപ്പെടുന്നതുമായ വസ്തുക്കൾ മദ്യം ചേർന്നു എന്നതുകൊണ്ട്, അതായത് ആൽക്കഹോൾ അതിൽ ചേർന്നു എന്നതുകൊണ്ട് അശുദ്ധമാവുകയില്ല. ഉദാഹരണം ടോണിക്ക്, അരിഷ്ടം, ഈ പെർഫ്യൂം, ഇതൊന്നും അതിൻ്റെ അംശം അതിലുണ്ട് എന്നതുകൊണ്ട് അത് മലിനം ആവുകയില്ല എന്നാണ് ആ അഭിപ്രായം. അപ്പോൾ അതനുസരിച്ച് അങ്ങനെയുള്ളൊരു പെർഫ്യൂംസ് പോലത്തതും ലഹരിയൊക്കെ ഈ അരിഷ്ടമൊക്കെ ഉപയോഗിക്കും. അരിഷ്ടത്തിലൊക്കെ ഈ ആൽക്കഹോളുണ്ട്. എന്നാൽ ഏതെങ്കിലും നിലയിൽ ആ വസ്തുക്കൾ ലഹരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്. ആ സംഭവം കൊണ്ട് ലഹരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഉക്കും ഫീമാ ഹറമ അലൈക്കും. അള്ളാഹു നിരോധിച്ച ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശിഫ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുന്നായിട്ട് ഉപയോഗിക്കാൻ അത് പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഹലാലായ ഔഷധങ്ങൾ ലഭ്യമല്ലാത്ത അവസരങ്ങളിൽ മദ്യം മൂലം രോഗശമനം ഉറപ്പുണ്ടെങ്കിൽ അത് ലറൂറത്തിൻ്റെ നിയമമനുസരിച്ച് ഉപയോഗിക്കാം. അതിൻ്റെ തെളിവെന്താ ചോദിച്ചാൽ വഖദ് ഫസ്സലലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമായത് ഞാൻ ഇതാ വിശദീകരിച്ചു തന്നു. ഇല്ലാ മനിൽ തുരിർത്തും ബിഹി, അതിപ്പോൾ പന്നിമാംസം കടുത്ത പട്ടിണി ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കാം എന്നതുപോലെ അപ്പോൾ ഇത് ഹലാലാവും. അത് വേറൊരു നിയമമാണ്. മുസ്ലിം സമൂഹത്തിൽ മദ്യപാനം ശിക്ഷാർഹമായ കുറ്റമാണ്. ആ ശിക്ഷ നിർണ്ണയിക്കുന്നത് ഇസ്ലാമിക ഗവൺമെൻറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്ത് ചെരുപ്പ് കൊണ്ടുള്ള 40 അടിയായിരുന്നു ശിക്ഷ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അത് 80 അടിയാക്കി ഉയർത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അത് ചാട്ട കൊണ്ടുള്ള 80 അടിയാക്കി. അതായത് ഇതൊക്കെ പരസ്യമായ മദ്യപാനത്തിനാണ് കേട്ടോ, പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുന്ന ആ വകുപ്പില്ല. അല്ലാതെ രഹസ്യമായിട്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയി കുടിച്ചാൽ അയാളെ പിടിച്ചുകൊണ്ട് അടിക്കുക എന്നുള്ളതൊന്നല്ല. ഇത് പരസ്യമായ സംഭവങ്ങൾക്കാണ്. അതൊക്കെയാണ്. അതായത് ആ നിലവിലെ ഗവൺമെൻറ്റുകൾക്ക് സാഹചര്യം അനുസരിച്ച് ഈ ശിക്ഷയിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മൈസിർ എന്ന് നമ്മൾ പറയുമ്പോൾ പണമോ ചരക്കോ പന്തയം വെച്ചുകൊണ്ടുള്ള എല്ലാ ചൂതാട്ടങ്ങളും നിഷിദ്ധമാണ്. അതായത് ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടമാകുന്ന ആ സംഭവമാണ് നമ്മൾ ഈ മൈസിർ എന്ന് പറയാം. ഇപ്പോൾ ചിലരുടെ ലാഭം മറ്റൊരു ചിലരുടെ നഷ്ടമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഭാഗ്യക്കുറി എന്ന് പറയുന്ന സാധനം. പള്ളിക്കന്ന് അസർ നിസ്കരിച്ചിട്ട് പോയിട്ട് ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മൈസിറിലാണ് അതൊക്കെ പെടുക. കാരണം ഒരു കൂട്ടരുടെ ലാഭം മറ്റൊരു കൂട്ടരുടെ നഷ്ടമാണ്. എല്ലാ പന്തയങ്ങളും അത് സാമ്പത്തികം ലക്ഷ്യം വെച്ച് മാത്രമല്ല, അത് വിനോദങ്ങൾ കൂടിയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവബോധത്തിൽ നിന്ന് വിസ്മരിപ്പിക്കലും നമസ്കാരത്തെ വിസ്മരിപ്പിക്കലും അതിൽ പതിയിരിക്കുന്ന അപകടമാണ്. സാമ്പത്തികം അതിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അൻസാബ്, അസ്ലാം, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. വിഗ്രഹാലയങ്ങളിലേക്ക് നേർച്ച നേരുന്നതും അവിടെ മൃഗബലി നടത്തലും നിഷിദ്ധമാണ്. അതായത് പ്രത്യക്ഷമായി വിഗ്രഹം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, സാങ്കല്പിക വിഗ്രഹം ആയാലും അങ്ങനെ തന്നെ. സിദ്ധന്മാരോടും പ്രവചനക്കാരോടും ഭാവി അന്വേഷിക്കലും പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, നക്ഷത്രശാസ്ത്രം, ജ്യോത്സ്യം, അറബി മാന്ത്രികം, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, ഇതൊക്കെ ആ വകുപ്പിലാണ് പെടുക. ഇതൊന്നും മുസ്ലിമിന് ഹലാലല്ല. മുഹമ്മദുർ റസൂലിൻ്റെ ചര്യയിൽ ജീവിക്കേണ്ട മുസ്ലിം ഉമ്മത്തിന് ഇത്തരം പൈശാചിക നടപടികളൊക്കെയും നിഷിദ്ധമാണ്. ഇതൊക്കെ പിശാചിൻ്റെ നടപടികളാണ്. കുല്ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസി ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നമ്മൾ നാട്ടിൽ ഇതെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലാ യസ്തവി അസ്ഹാബുന്നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആളുകളും ഒരേ ലെവലിൽ പോവില്ല. അങ്ങനെ സമാന്തരമായി സഞ്ചരിക്കുന്ന സംഭവമാണ്. അത് ഒരിക്കലും കൂട്ടിമുട്ടുന്ന സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് അസ്ഹാബുൽ ജന്ന, ഈ സ്വർഗത്തിൻ്റെ ആളുകളാണ് വിജയിക്കുക. അത് അവസാനത്തൊരു താക്കീത് പോലെ അള്ളാഹു പറയാം, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനി നിങ്ങൾ വിരമിക്കുന്നുണ്ടോ? അതായത് പറയാനുള്ളതൊക്കെ പറയേണ്ട മട്ടത്തിൽ റസൂൽ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ഇനിയും നിങ്ങൾ വിരമിക്കുന്നില്ലേ? ഇനിയൊരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വരാനില്ല.
ഈ റസൂലിനെ കൈവിട്ടാൽ ഇനി മറ്റൊരു അവസരവുമില്ല. അതാണ് അടുത്ത ആയത്ത്. വ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പുക രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും, സ്മോക്കാണെങ്കിലും ഇഞ്ചക്ഷനാണെങ്കിലും ദ്രാവകമാണെങ്കിലും ഗരമാണെങ്കിലും ഒക്കെ ഏതുമ്പോഴും ഈ മുസ്കറാണ് അതിൻ്റെ വിഷയം. ഒക്കെ സിഗരറ്റിനൊന്നും അത്ര വലിയൊരു എഫക്റ്റ് ഇല്ല, ലഹരിയിൽ വരില്ല. വ അത്തിയുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക. വ അത്തിയുർ റസൂല, റസൂലിനെ അനുസരിക്കുക. വഹ്ദറു, നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കുക. ഇതാണ് ഇനി ഉള്ള മാർഗം. നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, കരുതലോടെ ജീവിക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ ഇനി വേറെ മാർഗമില്ല. കാരണം ഇനി വേറൊരു മാർഗമായിട്ടൊരു റസൂലോട്ട് വരാനുമില്ല. പൈശാചിക വഴികളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവും റസൂലും കാണിച്ച വഴികളിൽ പ്രവേശിക്കുക. ഫഇൻ തവല്ലൈതും, ഇനി നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളുടെ വഴിക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ, ശൈത്താൻ്റെ വഴികളിൽ തന്നെ സഞ്ചരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനിപ്പോൾ ആരും കൈ പിടിക്കൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെ ആയിരിക്കുന്നതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. കൃത്യമായി അത് മനസ്സിലാക്കി അനന്തരഫലം ഏറ്റെടുക്കാനും നമ്മൾ റെഡിയായിരിക്കണം. അതാണ് ഫഅലമു, നിങ്ങൾ അറിയണം. അന്നമാ റസൂലിനൽ ബലാഗുൽ മുബീൻ, റസൂലിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. അത് എല്ലാ റസൂലുമാരുടെയും പണി അതുതന്നെയായിരുന്നു. അള്ളാഹു ഏൽപ്പിച്ച ഈ സന്ദേശം, അതായത് റിസാലത്ത് എന്ന് നമ്മൾ പറയുന്ന ഏറ്റക്കുറച്ചിലുകളില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാകുന്നു. മറ്റു പ്രവാചകന്മാർ ചെയ്തതുപോലെ ഈ റസൂലിൻ്റെയും പണി അതുതന്നെയാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതിന് 14 നൂറ്റാണ്ടിലധികമായി മനുഷ്യ ചരിത്രം സാക്ഷിയാണ്. റസൂൽ അത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആ കാലങ്ങളിൽ നോക്കിയാറിയാൽ ഹിജ്റ 1400 സംതായി 14 നൂറ്റാണ്ടുകളിലധികമായി ആ റസൂല് കാണിച്ച ആ വഴി, അത് ആധുനികരായാലും വേണ്ടില്ല, പൗരാണികരായാലും വേണ്ടില്ല, ഏതൊരു മനുഷ്യൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും റസൂലിൻ്റെ ചരിത്രം രേഖപ്പെട്ടതുപോലെ രേഖപ്പെട്ടിട്ടില്ല. ഒരാളുടെയില്ല. അതിൻ്റെ ഒരു 10% പോലും ഇല്ല. ഇതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ ആശ്ചര്യം അറിയാം. ഇത്ര കൃത്യമായും കണിശമായും ഗൗരവത്തോടെയും ഒരു മനുഷ്യനും ലോകത്തും പിന്തുടരുന്നില്ല ഒരാളെ. അങ്ങനൊരു സംഭവമേ ഇല്ല. ഇതൊക്കെ ഈ റസൂലിലും മാത്രമാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഇപ്പോഴും സാക്ഷിയായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുക. ഇപ്പോഴും റസൂലിൻ്റെ ഓരോ ചര്യകളും കണിശമായി പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. യാതൊരു മങ്ങലുമേൽക്കാതെ സൂര്യതേജസ്സോടെ തിളങ്ങി നിൽക്കുന്ന റസൂലിൻ്റെ ജീവിതവും ഈ ഖുർആനും അത് ഒരു മങ്ങലും ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ കൃത്യമായി നിൽക്കുക. ഇപ്പോൾ വേണമെങ്കിൽ വാസ്തവത്തിൽ തെളിച്ചം കൂടുക ചെയ്യണത്. ലോകാവസാനം വരെ ആർക്കും പിന്തുടരാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അങ്ങനെ അതിനെ നിലനിർത്തുന്നത്. ഇനി പിന്തുടരണോ വേണ്ടയോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? അത് നമ്മൾ മാത്രമാണ്. അത് അതായത് പന്ത് നമ്മുടെ കോർട്ടിലാണ്. നമുക്കത് ശൈത്താൻ്റെ പോസ്റ്റിലേക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ അയാളെ തോൽപ്പിക്കാം, അതല്ലെങ്കിൽ സെൽഫ് ഗോൾ അടിച്ചിട്ട് നമുക്ക് സ്വയം തോൽക്കാം. തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഇനി വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ മദ്യം, മൈസൂർ ഇതൊക്കെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ, ഈ നമ്മൾ പറഞ്ഞല്ലോ ഉഹദ് കഴിഞ്ഞിട്ടാണ് ഈ മദ്യനിരോധനമൊക്കെ വരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം, നമ്മൾ മുമ്പ് കുടിച്ചതുണ്ട്, അതായത് ബദറിലും ഉഹദിലും ഒക്കെ പങ്കെടുത്ത സഹാബികളിൽ പലരും പോലും തന്നെ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരുവിധം ആളുകളൊക്കെ മുമ്പേ നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഈ നിരോധം വന്നിട്ടില്ലാത്തത് കൊണ്ട് കഴിച്ചവരുമുണ്ട്. അവരുടെ ഒരു വിഷയമുണ്ട്. അതുപോലെ അങ്ങനെ കഴിച്ചിട്ട് മരിച്ചുപോയവരുണ്ട്, അവരുടെ വിഷയമുണ്ട്. പിന്നെ ഇന്നത്തെ പോലെ ട്രോളർമാർ അന്നുമുണ്ട്. അതായത് ഈ മുമ്പ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഇവരിനൊക്കെ കൂടി മുന്നിൽ നിർത്തിയിട്ടാണ് പറയുന്നത്, ലൈസ അലല്ലദീന ആമനു ഹമിലുസ്സാലിഹാത്തി, അതായത് വിശ്വാസികളുടെ മേലിലില്ല, അമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ മേലിലുമില്ല, ജുനാഹുൻ കുറ്റമില്ല, ഫീമാ തായിമു അവർ മുമ്പ് കഴിച്ചതിൻ്റെ പേരിൽ അവരുടെ മേലിൽ കുറ്റമൊന്നുമില്ല. അതായത് ഒരു കുറ്റം സ്ഥാപിതമാവുന്നപ്പോൾ വെച്ചാൽ ഒരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിനെ ധിക്കരിക്കുമ്പോഴാണ്. നിയമം വരുന്നതിൻ്റെ മുമ്പേ ഉള്ള പ്രവർത്തികൾക്ക് അത് കുറ്റമായി പരിഗണിക്കുകയില്ല.
പക്ഷെ എന്ത് വേണം? അതിന് ഉപാധിയുണ്ട്. ഇദാ മത്തഖവ്വ ആമനു വ അമിലു സ്വാലിഹാത്തി, അവർ മുമ്പേയുള്ള നിയമങ്ങളെ തഖ്വയോടെ അനുസരിക്കുകയും അന്നത്തെ സൽക്കർമ്മം എന്താണോ അവരോട് ഉപദേശിച്ചത് അത് ചെയ്യുകയും ചെയ്തവരായിരിക്കണം. അതായത് മുമ്പേ അങ്ങനെ അവർ ചെയ്തിട്ടുള്ളവരാണ് ആ പോയവരൊക്കെ. സുമ്മത്തഖവ്വ ആമനു, പിന്നെ അവർ ഇപ്പോഴുള്ളതിൽ വിശ്വസിക്കുകയും സുമ്മത്തഖവ്വ അഹ്സനു, പിന്നെ തഖ്വയോടെ അവർ ഈ പരിപാടി വിശ്വാസവും അവരുടെ കർമ്മങ്ങളും പരമാവധി തഖ്വയോടെ ചെയ്ത് അവർ ഇഹ്സാനിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവരുമായിരിക്കണം. ഇവിടെയൊക്കെ തഖ്വ തഖ്വ തഖ്വ, അതായത് പല പ്രാവശ്യം ഈ തഖ്വ ആവർത്തിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം ഈ തഖ്വ ബോധമാണ് ശരിക്കും നമ്മളെ ഈ ദിക്റുള്ളയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഈ തഖ്വ ബോധമാണ്. ഈ തഖ്വ ബോധം വിട്ടാൽ ഏതെങ്കിലും കർമ്മം ചെയ്യുന്നു എന്നതുകൊണ്ടോ ചെയ്യാതെ ഇരിക്കുന്നതോ എന്നതുകൊണ്ടോ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എത്തുകയില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ ഈ തഖ്വ ബോധം വേണം. ഈ തഖ്വ ബോധമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സ്വലാത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ തഖ്വ ബോധം, അതായത് അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹ് കാണുന്നുണ്ട്, ആ കാണുന്ന അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കാണുന്നുണ്ട്. അത് ഞാൻ മറച്ചു വെച്ചാലും രഹസ്യമായാലും പരസ്യമായാലും ഏതൊരു കാര്യവും ചെറുതോ വലുതോ എന്നുള്ളത്, നമ്മുടെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഈ വക വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. ആ ബോധം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ തഖ്വ ബോധമുള്ളവരാകുക എന്ന് പറയാം. അതാണ് ശരിക്കും ഈ ദീനിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തഖ്വനെ എങ്ങനെ എടുത്ത് പറയുന്നത്. എപ്പോഴും നമ്മൾ ഇത്തഖുള്ള 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 എന്നൊക്കെ പറയുന്നത് ഈ ബോധം നമ്മളിങ്ങനെ നിൽക്കുക. ഈ ബോധം നിൽക്കാതെ കേവല ആചാരമായി ചില സംഗതികൾ നിന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ദീന് നിലനിൽക്കാൻ പോകുന്നില്ല. ആചാരം ചിലപ്പോൾ നിൽക്കുക പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്നിട്ട് പറയാം ആ ഇഹ്സാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും വലിയ വലിയ ചില ആളുകൾക്ക് മാത്രം പ്രാപ്യമാകുന്ന സംഭവമൊന്നുമല്ല. ഇത് എല്ലാ മനുഷ്യർക്കും അവർ ശ്രദ്ധിച്ചാൽ, അവർ തഖ്വയോടെ ജീവിച്ചാൽ, തഖ്വ എന്താണെന്ന് മനസ്സിലാക്കിയ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ പ്രാപിക്കാവുന്ന സംഭവമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ മുഹ്സിനീങ്ങളെ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ആ മുഹ്സിനീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ വിചാരിക്കേണ്ട ഏതെങ്കിലും വലിയ വലിയ ശൈഖിന് ഒക്കെ മാത്രം പ്രാപ്യമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കിതൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് മാറിക്കല്ല ചെയ്യുക. നമുക്ക് ഇത് പറ്റും. കാരണം ഇത് സാധാരണ ജനങ്ങൾക്കും കൂടി പറ്റാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഇത് പറയുന്നത്. ഇത് ചെറിയ ചെറിയ കുടുംബകാര്യമടക്കം, നാട്ടിലെ കാര്യമടക്കം, നമ്മളുടെ പ്രൈവറ്റ് സംസാരമടക്കം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു രീതിശാസ്ത്രം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാവും, അത്രയും നോക്കണ്ടോ. അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യും, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഇതൊരു ശീലമാക്കിയെടുത്താൽ നിങ്ങൾ ആർക്കും ഈ ഇഹ്സാൻ എന്ന പദവി കൈവരിക്കാൻ പറ്റും. അങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. ഇനി അതിൻ്റെ അടുത്തൊരു സാമ്പിൾ വെക്കുക, എങ്ങനെയാണ് ആ ഇഹ്സാൻ നമ്മൾ കൈവരിക്കാമെന്ന്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലയബ്ലുവന്നക്കും, നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ, ഒരു സംഭവം കൊണ്ട്, മിനസ്വൈദി, സ്വൈദ് എന്ന് പറഞ്ഞാൽ വേട്ട, വേട്ടയിൽ ഒരു സംഭവം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. തനാലുഹു, ആ വേട്ട നിങ്ങളിലേക്ക് എത്തും, ആ വേട്ട മൃഗം നിങ്ങളിലേക്ക് എത്തും. ഐദീക്കും വരിമാഹക്കും, നിങ്ങളുടെ കൈകളിലേക്കും അത് കുന്തങ്ങളിലേക്കും അതിങ്ങോട്ട് എത്തിപ്പെടും. അതായത് സ്വൈദ് വേട്ട, ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക്, ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാമിൽ പ്രവേശിച്ചവർക്ക് കരവേട്ട നിഷിദ്ധമാണ്. കടൽ വേട്ടല്ല, കരൽ വേട്ട. കരയിൽ നിന്ന് എന്തെങ്കിലും വേട്ടയാടി പിടിക്കുകയോ അറുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിഷിദ്ധമാണ്, ഇത് ഹറാമാണ്. അത് മുമ്പേയുള്ള നിയമമാണ്, പക്ഷേ അത് അങ്ങനെ പാലിക്കാറൊന്നുമില്ല. പക്ഷേ ഈ റസൂൽ വന്നു ഈ പുതിയ മുസ്ലിം ഉമ്മത്തിനോട് വീണ്ടും അത് പ്രാബല്യത്തിൽ ആക്കുകയാണ്. അപ്പോൾ അവരോട് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ പോലെ അത് ഒരു രസത്തിന് മാത്രമല്ല. അന്ന് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചാരം, ഒരു യാത്ര പോവുകയാണെന്ന് വെച്ചാൽ ഈ കയ്യിലുള്ള വസ്തു എന്ന് പറയുന്നത് പരിമിതമായ വസ്തുവാകും. പിന്നെ അവർക്കൊരു ഭക്ഷണം, ആസ്വാദികരമായൊരു ഭക്ഷണം എന്ന് പറയുന്നത് ഈ വേട്ടമാടി പിടിക്കുന്ന മൃഗങ്ങളാണ്. വേട്ട എന്ന് പറയുന്നത് ഒരേ സമയം ഭക്ഷണവുമാണ്, ഒരേ സമയം വിനോദവുമാണ്. മൃഗയാ വിനോദം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, അത് രണ്ടും കൂടി ഒത്തുചേർന്ന സാധനം. അതുകൊണ്ട് തന്നെ ആളുകളിൽ അതിലേക്ക് വലിയ ലഹരി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു സംഭവമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ള ഇവരോട് പറയാണ്, നിങ്ങൾ ഇനി ഈ ഇഹ്റാമിലായിട്ട് നിങ്ങളെ യാത്ര പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വേട്ടമൃഗത്തൊക്കെ കണ്ടു കിട്ടാൻ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. പക്ഷേ ഇനി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നിടത്തൊക്കെ ചിലപ്പോൾ ഇതാവും. അതായത് അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അതായത് ഏതൊന്നിലാണോ നമുക്ക് താല്പര്യമുണ്ടാവുക ആ വിഷയത്തിലാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഭവമാണ്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മകനോട് വലിയ താല്പര്യം വന്നപ്പോഴാണ് അറുക്കാൻ പറയുന്നത്. ബനൂ ഇസ്രായേല്യർക്ക് അവർ കടൽ ഭാഗത്ത് ജീവിക്കുന്നവരാണ്, അവർക്ക് കടൽ വേട്ടയോടായിരുന്നു താല്പര്യം. അപ്പോൾ അതാണ് പറഞ്ഞത് സബത്ത് ശനിയാഴ്ച പറ്റുകയാണ്. പക്ഷേ ഈ ശനിയാഴ്ചയുള്ള മീനൊക്കെ കൂടി കയറി വരും. അപ്പോൾ അവർ ഒരു തന്ത്രം പ്രയോഗിച്ചാൽ എന്താ ചോദിച്ചാൽ ശനിയാഴ്ച ജസ്റ്റ് അതിനെ തടഞ്ഞിടും, വല വെച്ചിട്ടോ മറ്റോ തടഞ്ഞിടും, എന്നിട്ട് വേറെ ദിവസം പിടിക്കും. അത് നമ്മളുടെ മുസ്ലിം സമൂഹത്തിലുണ്ട്. കിതാബുൽ ഹിയൽ എന്ന് പറഞ്ഞിട്ടുള്ള കിതാബുകൾ തന്നെ ഉണ്ട് അത്രേ. അതായത് തന്ത്രങ്ങളുടെ കിതാബ്, ഹീലത്തുരിബ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ ഇല്ലേ? അതുമാതിരി അതൊക്കെ ഈ ദീനിൽ മുമ്പേയുണ്ട്, ഇപ്പോഴും ഈ ദീനിൽ കണ്ട് ഒരു തന്ത്രം കൊണ്ട് എങ്ങനെ അതിനെ മറിച്ച് അതിനെ ഒഴിവാക്കാമെന്ന്. അത് ബനൂ ഇസ്രായേലും ചെയ്തിട്ടുണ്ട്, ഇനിയും ആൾക്കാർ അത് ചെയ്യും. പക്ഷേ ഇവരോട്, നമ്മുടെ മുസ്ലിമീങ്ങളോട് അള്ള പറയാം, അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അതെന്തിനാ പരീക്ഷിക്കുന്നത്? ലിയഅലമ അള്ളാഹു അറിയാൻ വേണ്ടി. അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ അർത്ഥത്തിലുള്ള അറിവല്ല. അതായത് അള്ളാഹു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നിർദ്ദേശങ്ങൾ ഇന്നാ ഹദൈനാഹു, അങ്ങനെ ഹദൈനാഹു നജ്ദൈൻ, 2 വഴികൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ട്, അതായത് തിന്മയുടെയും നന്മയുടെയും വഴികൾ കാണിച്ചു തന്ന് നമ്മളെ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുന്നു. ഇനി തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത് നമ്മൾ അതിന് സാക്ഷിയായി അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കണം. അതിനാണ് അള്ളാഹു രക്ഷയും ശിക്ഷയൊക്കെ നീ നൽകാൻ പോകുന്നത്. അപ്പോൾ ആ സംഭവം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ അത് ചെയ്ത് സാക്ഷിയാക്കി കൊടുക്കണം. അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പ്രലോഭനം എന്ന് പറയുന്ന സാധനം അതിൽ അള്ളാഹ് വെക്കുന്നുണ്ട്. വിഷയം മയ്യഖാഫുഹു ബിൽ ഗൈബി, കാണാതെ തന്നെ, അള്ളാഹുവിനെ കാണാതെ തന്നെ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഇതിനാണ് നമ്മൾ ഇഹ്സാൻ എന്ന് പറയുന്നത്. പറയാം. ആ ഇഹ്സാനിനെ കുറിച്ച് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് എന്നോട് പറയൂ. റസൂൽ പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇതാണ് ഇഹ്സാൻ എന്ന് പറയാം. അതായത് നീ ഇബാദത്ത് ചെയ്യണം. എന്ന് പറയുമ്പോൾ നമ്മൾ ആരാധന എന്നുള്ള അർത്ഥത്തിലേക്കൊന്നല്ല പോവുക. ആരാധന എന്നുള്ള അർത്ഥമൊന്നും പറഞ്ഞാൽ ഇബാദത്തിൻ്റെ അർത്ഥം കിട്ടില്ല. കാരണം ആരാധ്യനായ മേയർ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്ന മേയറൊന്നല്ല. അൻ താബുദ് അള്ളാഹ എന്ന് പറയാം, അള്ളാഹുവിന് നമുക്ക് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയാം, നീ അടിമപ്പെടണം എന്നുള്ളതാണ്. അതായത് നിൻ്റെ ഇഷ്ടമല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. അതാണല്ലോ അടിമ. അടിമക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്ടമൊന്നുമില്ല. അടിമയുടെ ഇഷ്ടം ഉടമയുടെ ഇഷ്ടമാണ്. അതാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അന്നക തറ, നീ ആ ഉടമയെ കാണുന്നുണ്ട് എന്നതുപോലെ ചെയ്യണം. അപ്പോൾ ഇല്ലം തെക്കും തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിൽ ഇന്നഹു യറാക്ക, നിന്നെ കാണുന്നുണ്ട്. അത് മതിയല്ലോ. അപ്പോൾ നമ്മളൊരു ഉടമനെ പേടിക്കണമെങ്കിൽ CCTV മതിയല്ലോ, ആൾ വേണമെന്നില്ലല്ലോ എന്നതുപോലെ ആ ഒരു ബോധം, ഈ ഒരു ബോധം നമ്മൾ സജീവമാക്കണം മനസ്സിൽ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഇഹ്സാനിൽ എത്താൻ പറ്റുള്ളൂ. ഇനി വേറെ വാക്കുകളിലും അത് വന്നിട്ടുണ്ട്. അൻ തഖ്ഷല്ലാഹ കഅന്നക തറാഹു ഫഇന്നക ഇൻ ലാ തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇതിൻ്റെ ഒക്കെ ആശയം ഇത് തന്നെയാണ്. പല വാക്കുകളിൽ വന്ന അൽ ഇഹ്സാനു അത്തഅമലല്ലാഹു കഅന്നക തറാഹു ഫഇന്നക ഇല്ലം തറാഹു ഫഇന്നഹു യറാക്. ഇതൊക്കെ പല വാക്കുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഇഹ്സാനിൻ്റെ അവസ്ഥയിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ഇവരോട് ഈ പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ ഈ വക സാധനങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് പരീക്ഷണമായിട്ട് അതിൻ്റെ ധാരാളിത്തമുണ്ടാകും. അപ്പോഴൊക്കെ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. ആ ബോധത്തിൽ ഇതൊരു പരിശീലനമാണ്. ഇത് ശരിക്കൊരു പരിശീലനമാണ്. ഈ പരിശീലനം ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഈ റമദാനിലെ നോമ്പിലൊക്കെ നമ്മൾ, അല്ലാത്ത നോമ്പുകളിലും നമ്മൾ പരിശീലിച്ചെടുക്കുന്നത്. കാരണം ദീർഘമായ സമയം നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ വാക്ക്, പ്രവൃത്തികൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ഒതുക്കി ക്രിയൊക്കെ ഈ പരിശീലനം നമ്മളങ്ങനെ പരിശീലിച്ച ഒരു റമദാൻ മാസത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് നമ്മളുടെ നോമ്പിനെ നമ്മളൊന്ന് എടുത്ത് കണ്ട
നമ്മൾ വലിയൊരു പരിശീലനം നേടിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ അശ്രദ്ധമായി ഇതിൻ്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു ആചാരം എന്നുള്ള നിലക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫലമൊന്നും കിട്ടാത്തത്. അതുതന്നെയാണ് നമുക്ക് ഈ നമസ്കാരത്തിനും കൊണ്ട് ഫലം കിട്ടാത്തത്. കാരണം ഇതൊക്കെ വെച്ചതിന് അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ ഇഹ്സാനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കണ്ടറിഞ്ഞാണ് നമ്മൾ ഇതിനൊക്കെ അങ്ങോട്ടും പ്രതികരിക്കേണ്ടത്. അത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലുമുണ്ട്. ഫമനിഅത്തത, ഇതൊക്കെ നിങ്ങൾക്കിനി പറഞ്ഞു തന്നിട്ടും നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ആരുടെയെങ്കിലും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേറെ എന്തെങ്കിലും ആശയങ്ങൾ വെച്ച് നിങ്ങൾ ഇഅ്തദാ ബഅദ ദാലിക, ഇതിന് അപ്പുറം നിങ്ങൾ കടന്നുപോയാൽ ഫലഹു അദാബുൻ അലീം, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട്. അത് അനിവാര്യമാണ്. ആ ശിക്ഷ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരും തയ്യാറുള്ളവരും മാത്രമേ ആ റൂട്ടിൽ പോവേണ്ടതുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ലാ തഖ്തുലു സ്വൈദ, നിങ്ങൾ ഈ സ്വൈദിന്, അതായത് ഈ വേട്ടമൃഗത്തെ നിങ്ങൾ കൊല്ലരുത്. വേട്ടമൃഗത്തെ നിങ്ങൾ കിട്ടിയാലും കൊല്ലരുത്. വ അന്തും ഹുറുമുൻ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ, അതായത് ഹജ്ജിലോ ഉംറയിലോ നിങ്ങൾ ഇഹ്റാമിലാണെങ്കിൽ നിങ്ങൾ വേട്ടമൃഗത്തെ കൊല്ലാൻ പാടില്ല. വമൻ ഖത്തലഹു, ഇനി അതിനെ ആരെങ്കിലും കൊന്നു മിൻകും നിങ്ങളിൽ നിന്ന് മുത്തഅമ്മിദൻ, മനഃപൂർവ്വമായി കൊന്നു, അതായത് പഴയ ശീലമൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഗൗരവം മാനിക്കാതെ അതിൽ ഏർപ്പെട്ടാൽ, ആരെങ്കിലും അറിവ് കേടുകൊണ്ടോ മറ്റോ അങ്ങനെ മുമ്പേ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നല്ലോ എന്നുള്ള നിലക്ക് ചെയ്താൽ, ഫജസാഉം, അപ്പോൾ പ്രതിഫലം, അതിന് പരിഹാരക്രിയയായിട്ട് ചെയ്യേണ്ടത് മിസ്ലുമാ ഖത്തല മിനന്നാമി, മിസ്ലുമാ ഖത്തല, എന്തൊന്നിനെയാണോ കൊന്നത് അതിന് പകരമായി വളർത്തുമൃഗങ്ങളെ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ ഒട്ടകപ്പക്ഷിനെയാണ് വേട്ടയാടിയെങ്കിൽ ഒരു ഒട്ടകത്തിനെ കൊടുക്കണം. അതല്ല, ഒരു കാട്ടുപശുവിനെയോ കാട്ടുകഴുതയോ ഒക്കെ വേട്ടയാടിയാൽ ഒരു പശുവിനെ കൊടുക്കണം. ഒരു മാനിനെ വേട്ടയാടിയാൽ ഒരാടിനെ കൊടുക്കണം. അങ്ങനെ ഇതിന് പകരം വെക്കണം. അത് നിങ്ങൾ സ്വന്തം കെടുത്ത് വിചാരിച്ചാൽ പോരാന്ന്. യഹ്കുമു ബിഹി ദവാ അദിലിൻ മിൻകും, നിങ്ങളിൽ രണ്ട് നീതിമാന്മാരായ ആളുകളാണ് ആ കൊടുക്കേണ്ടത് എന്താണെന്ന് തീരുമാനിക്കുക. അത് അവരിൽ നിന്നുള്ള രണ്ട് നീതിമാന്മാർ തീരുമാനിക്കണം. സ്വന്തം ഞാനങ്ങ് തീരുമാനിച്ചാൽ പോരാ. അത് തീരുമാനിച്ചാൽ മാത്രം പോരാ. ഹദിയം ബാലിഗൽ കഅബ, അത് കഅബയിൽ എന്തായിട്ടെത്തണം? ബലിമൃഗമായി എത്തണം. അതായത് അതാണ് അതിൻ്റെ. അല്ലെങ്കിൽ അതിനി അത് കഴിഞ്ഞില്ല എങ്കിൽ ഔ കഫാറത്തുൻ തആമു മസാക്കീൻ, അല്ലെങ്കിൽ മിസ്കിമാർക്ക് ഭക്ഷണം നൽകണം. ആ ഉരുവിൻ്റെ അതിനനുസരിച്ച് മിസ്കീമാർക്ക് ഭക്ഷണം നൽകണം. ഔ അദ്ലു ദാലിക സുയാമൻ, അല്ലെങ്കിൽ എത്ര മിസ്കീമാർക്കാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നോമ്പ് നോക്കണം. ഇതൊക്കെ ആര് തീരുമാനിക്കണം? ആ രണ്ട് ദവാ അബ്ദിലിൻ മിൻകും എന്ന് പറയുന്ന ആ രണ്ട് നീതിമാന്മാരായ ആളുകൾ വിധിച്ചു കൊടുക്കണം ഇവർക്ക്. ആ വിധി അനുസരിച്ച് ഇവർ പ്രവർത്തിക്കണം. ഇതിങ്ങനെ ചെയ്യണം എന്തിനാന്ന് ചോദിച്ചാൽ ലിയദൂക വബാല അംരിഹി, കാരണം നിങ്ങൾ പഴയ ശീലങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് പോന്നിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ആ ഫലം നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി, അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ള ബോധം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് സാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് ആ ബോധം എത്തുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അഫല്ലാഹു അമ്മാ സലഫ്, മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അവരുടെ കാര്യം ഇനി എങ്ങനെ എന്നുള്ളത് ഇവർ നോക്കേണ്ടതില്ല. വമൻ ആദ, ആരെങ്കിലും മടങ്ങിയാൽ ഫയന്തഖിമുല്ലാഹു മിൻ, അള്ളാഹു അവനോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. വല്ലാഹു അസീസും, അള്ളാഹു അതിപ്രതാപവാനാണ്, അള്ളാഹു സർവപ്രതാപിയാണ്. ദുൻതിഖാം, ശിക്ഷ ഉള്ളവനുമാണ്, പ്രതികാരമുള്ളവനുമാണ്. അള്ളാഹ് ഒരു നിഷ്ക്രിയനായ സംഭവമല്ല. അള്ളാഹു പ്രതികാരം ചെയ്യേണ്ടിടത്ത് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇനി ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തവർ കരയിലെ ജന്തുക്കളെ കൊല്ലാനോ വേട്ടയാനോ പാടില്ല. കടലിലെ കാര്യം പിന്നെ ഇനി അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. മറ്റാരെങ്കിലും വേട്ടയാടി പിടിച്ചതിനെ അറുക്കാനും പാടില്ല. ഇനി വേറൊരാൾ വേട്ടയാടി പിടിച്ചു, അതിനെ അറുക്കാൻ പാടില്ല. മൃഗങ്ങളെ വേട്ടയാടാൻ സഹായിക്കുന്നതും മറ്റുള്ളവരോട് നിർദ്ദേശിക്കുന്നതും അതും പാടില്ല. വേട്ടയാനും പാടില്ല, വേറൊരാളോട് പിടിക്കാനും പറയാനില്ല. ഇഹ്റാമിലുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ വേട്ടയാടി പിടിച്ചതും പാടില്ല. ഇയാൾക്ക് വേണ്ടി വേറൊരു കൂട്ടർ വേട്ടയാടി പിടിച്ചാൽ അതും പാടില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേട്ടയാടിയതിൽ നിന്ന് ഒരു ഭാഗം ഈ ഇഹ്റാമിലുള്ള ആൾക്ക് തിന്നാൻ കൊടുത്താൽ കുഴപ്പമില്ല. അത്
ഉപയോഗിക്കാം. അതിന് തെളിവെന്താ വെച്ചാൽ ഒരു ഹദീസാണ്, സൈദുൽ ബരിലക്കും ഹലാലും മാലം തസീദുഹു ഔ യസുദിലക്കും, നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളോ വേട്ടയാടി പിടിക്കാത്തത് നിങ്ങൾക്ക് ഹലാലാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കൊല്ലപ്പെട്ട മൃഗത്തിന് തുല്യമായ മൃഗങ്ങൾ അത് നമ്മൾ ആ രണ്ട് നീതിമാന്മാരായ ആളുകളാണ് തീരുമാനിക്കുക. ഒരാൾ മനഃപൂർവ്വം, ഇപ്പോൾ മനഃപൂർവ്വം കൊന്നാൽ എന്നാണ് ഖുർആനിൽ അവിടെ പറയുന്നത്. മനഃപൂർവ്വമല്ലാതെ കൊന്നാൽ ഫുഖഹാക്കൾ പറയുന്നത് അതിൻ്റെയും നിയമം അത് തന്നെയാണെന്നാണ്. ഇപ്പോൾ മനഃപൂർവ്വമല്ല എന്ന് വെച്ചിട്ട് കൊന്നാലും അത് അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ മനഃപൂർവ്വം എന്ന് പറയാൻ കാരണം, അതായത് ഈ നിയമം വന്നതിന് ശേഷവും പിന്നെയും അത് പരിഗണിക്കാതെ ചെയ്തു എന്നുള്ളതാണ് ഈ മനഃപൂർവ്വം എന്ന് മുത്തഅമ്മിദൻ എന്ന് അവിടെ പറയാൻ കാരണമെന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. ഫുഖഹാക്കളുടെ അടുത്ത് അത് മനഃപൂർവ്വമല്ല, ഇപ്പോൾ അബദ്ധത്തിലോ എങ്ങനെ ചെയ്താലും അത് ഈ കഫാറത്തുകളൊക്കെ അതിന് ബാധകമാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കുക. അപ്പോൾ ഒരാൾക്ക് ഇഹ്റാമിലായിരിക്കെ അയാൾക്ക് വേട്ടയാടിയതല്ലാത്തൊരു മൃഗത്തിനറക്കാം. വേട്ടയാടിയതല്ലാത്തൊരു മൃഗത്തിനറക്കാൻ പറ്റുമോ? അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പോകുന്നോടത്ത് ചിലപ്പോൾ വേട്ടയാടലൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, കോഴി ആടോ താറാവോ ഒക്കെ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അതിനറക്കാം. അതിനെ അറക്കുകയോ തിന്നുകയോ. ഇത് വേട്ടയുടെ കാര്യത്തിൽ മാത്രമേ അള്ളാഹു ഈ നിഷിദ്ധം വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. അതായത് ആളുകളുടെ തീറ്റ മുടക്കുക എന്നുള്ളതൊന്നുമല്ല ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ വിഷയം എന്താ ചോദിച്ചാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേട്ട എന്ന് പറയുന്നതിൽ ആസ്വാദനമുണ്ട്, വിനോദവുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ചൂണ്ടലിട്ടൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ വെറും തിന്നലല്ലല്ലോ ഉദ്ദേശിക്കണം, ആണോ? അതിൻ്റേതായ രസങ്ങളുണ്ട്. അപ്പോൾ ആ രസങ്ങൾ, അതിൽ ഭയങ്കര പ്രലോഭനങ്ങളുണ്ട്. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഇവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആ ടൈമിൽ തന്നെ ഇതൊക്കെ കണ്ടമാനം കയറി വരും എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലും കുന്തത്തിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ഇത് ഉണ്ടാവും എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബനു ഇസ്രായേലിയർക്കും ഉണ്ടായത്. അവർക്ക് ശനിയാഴ്ച സാബത്തിലായിരുന്നു അവർക്ക് വിരോധമുണ്ടായിരുന്നത് മീൻ പിടിക്കാൻ. പക്ഷേ ഈ സാബത്തിൻ്റെ അന്ന് ഉള്ള മീനുകളൊക്കെ കൂടി കയറി വരും. അത് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനിൽ അതൊരു ആയത്തിൽ പറയുന്നത്, ഇത് യഅദൂന ഫി സബ്തി ഇത് തഅതീഹിം ഹൈതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലുവഹും ബിമാ കാനു യഫ്സുഖൂൻ എന്നാണ്. അതായത് ഇത് ശനിയാഴ്ച ഈ സാധനം അങ്ങനെ കൂട്ടത്തോടെ കയറി വരിക മീൻ. അല്ലാത്ത ദിവസം ഇതില്ല, അല്ലാത്ത ദിവസം മീനില്ല. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ ഇത് സഹിച്ചു ചെല്ലും. പക്ഷേ ഇത് ഏതൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നൈരന്തര്യം വരുമ്പോൾ അല്ലെങ്കിൽ കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ബലം ആളുകൾക്ക് നഷ്ടപ്പെടും. ഇത് പലയിടത്തും കാണാം. നമുക്ക് സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകത്തിൻ്റെ വിഷയത്തിലും ഇത് കാണാം. കാരണം ആ വന്ന അവസരത്തിൽ അതിൻ്റേതായ ഒരു കൗതുകം ഉണ്ടാവും. കുറേ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ആളുകൾക്ക് ഇത് വിലയില്ലാതാവും. അതാണ് ഈ സംഭവം. അതാണ് ഈ ദീനിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ. ഇതിൻ്റെ ഗൗരവമൊക്കെ അങ്ങ് പോയി പിന്നെ അതൊരു സാധാരണ സംഭവം, അതിനൊരു വിലയുണ്ടാവില്ല. അപ്പോഴാണ് ഇതിൽ കുതന്ത്രങ്ങൾ ഇങ്ങനെ കയറി വരിക. അത് തന്നെയാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ന് പറഞ്ഞാൽ 14ാം നൂറ്റാണ്ടായിട്ട് കൊണ്ടു നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ പല സംഭവങ്ങളും ഇങ്ങനെ കയറി വരും, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അങ്ങനെ കയറി വരും. അപ്പോൾ അതിനെതിരെ നമ്മളെ ഈ പിടിച്ചു നിർത്താനുള്ള സകല ശക്തിയും ഈ ഖുർആനിനും സുന്നത്തിനുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്ര തെളിച്ചത്തോടെയാണ് അത് നിൽക്കുന്നത്. പക്ഷേ എന്താ നമ്മൾ ചോദിച്ചാൽ, നമ്മൾ ഈ സാധനത്തിൽ നിന്ന് സംഭവത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ വിട്ടുപോയിട്ട് നമ്മളുടെ ആചാരങ്ങളിൽ മാത്രമായതുകൊണ്ട് എന്താ ചോദിച്ചാൽ നമുക്ക് ഈ തഖ്വാബോധം ഒരിക്കലും വളരുന്നില്ല. നമ്മൾ തഖ്വ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതിനെ മനസ്സിലാക്കുക. ഭക്തി, ഗുരുവായൂരപ്പനോടുണ്ട് ഭക്തി, ശ്രീകൃഷ്ണനോടുണ്ട് ഭക്തി, അമൃതാനന്ദമയ്യോടുണ്ട് ഭക്തി, എല്ലാവർക്കും ഭക്തിയുണ്ട്. അതുപോലൊരു ഭക്തിയാണ് നമ്മൾ ഈ തഖ്വ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കുടുങ്ങി. പിന്നെ നമ്മുടെ ഭക്തി കേവലം ആചാരങ്ങളിൽ മാത്രമാണ്, ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അതെന്തും ആവാം, ആ പേരിൽ എന്ത് കയറി വന്നോ അതൊക്കെ ആവാം, അതൊക്കെ ദീനാവും. അപ്പോൾ നമ്മൾ കൃത്യമായും ഇതിൻ്റെ ഈ ഖുർആൻ പറയുന്ന തഖ്വ എന്താണ് എന്നുള്ള ആ ബോധത്തിലേക്ക് പോയി വജ്ഹുള്ള എന്ന് പറയുന്ന ആ സംഭവത്തിൽ നിന്ന്
കൃത്യമായി നമ്മൾ ഇത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ സംസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഇഹ്സാനിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ നമ്മൾ ഇഹ്സാനിലെത്തും. തീർച്ചയായും നമ്മൾ ഇഹ്സാനിലെത്തും ഇൻഷാ അല്ലാഹ്. വാഖിറു